കൊണ്ടേ കൊടുക്ക് വലത്തെ കൈ കൊണ്ട് കൊടുക്കണേ. ഞങ്ങൾ ഈവനിങ്ങിൽ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. തടാകം കാണാൻ, തടാകം റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വന്ന് കയറിയപ്പം തന്നെ ഫസ്റ്റ് കാണിച്ചില്ലേ, 2 കുട്ടികൾ ഇതുമെന്ന് ഒരു ഫ്രൂട്ട് കഴിക്കുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടോ അല്ലാതെയും സ്ട്രീറ്റിലൊക്കെ പോയ ടൈമിലൊക്കെ കാണുന്നുണ്ട് ആ കായകൾ. പക്ഷെ കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ആ മക്കൾ പറിക്കുന്നത് കണ്ടത്, സ്റ്റാർട്ടിങ്ങിൽ അവർ പറിക്കുന്ന കേട്ടോ കണ്ടത്. അപ്പോൾ അവരോട് ചോദിച്ച ടൈമിൽ അവർ പറഞ്ഞു കഴിക്കുന്നതാണെന്ന് പറഞ്ഞു. കന്നഡ പറയുന്ന മക്കളൊറ്റായിരുന്നു. എന്നാലും നമ്മൾ ചോദിച്ചു, നമുക്കറിയുന്ന ലാംഗ്വേജ് വെച്ച് നമ്മൾ ചോദിച്ചു. അവരവർക്ക് അറിയുന്ന പോലെ അവർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങളും കുറച്ച് പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ കുറച്ച് അധികം പറിച്ചപ്പോൾ ആ മക്കൾക്കും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലേക്കിൻ്റെ പുറമേ ആയിട്ട് തന്നെ ചുറ്റിലും ഇങ്ങനെ പശുക്കളെ, ആടിനെയൊക്കെ അവർ വളർത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അവരിരുന്നിട്ട് പാല് കറക്കുന്ന വീഡിയോസൊക്കെ. ഇപ്രാവശ്യം പിന്നെ കൂടുതൽ പശുക്കളെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ലേറ്റ് ആകുമ്പോഴാണ് കേട്ടോ അവയൊക്കെ അവിടെ എത്തിപ്പെടുക. ഇല്ലെങ്കിൽ ഇങ്ങനെ കയറയച്ച് വിട്ടിട്ട് അവരിങ്ങനെ ചുറ്റി നടന്ന് വരികയാണ് ചെയ്യാറ്. ഈ തടാകത്തിൻ്റെ ചുറ്റിലും ഈ മരങ്ങൾ തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പം ഈ ഫ്രൂട്ട് കഴിക്കാമെന്നറിഞ്ഞതിന് ശേഷം മേലോട്ട് നോക്കുമ്പോൾ ഫുള്ളിങ്ങനെ പഴുത്ത് കിടക്കുന്നത് കാണുമ്പം പറിക്കാണ്ട് ഇടാൻ തോന്നണില്ല. അപ്പോൾ അതിങ്ങനെ പറിച്ചുകൊണ്ട് നടക്കൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി. ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പഞ്ചസാരപ്പഴം എന്നൊക്കെ പേര് കേട്ടു. കൊച്ചിയിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബേസ് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല മധുരമുണ്ട്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പറ്റുമായിരിക്കും. എങ്കിലും കൂടുതലായിട്ട് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നില്ല. പെട്ടെന്ന് ഒരു മടുപ്പ് വരുന്ന ഒരു ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നി. ഞങ്ങളിങ്ങനെ കൂടുതൽ പറിച്ചു ഇങ്ങനെ ആ മക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഒന്നല്ല, എങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും ഫസ്റ്റ് ബൈറ്റിലൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി അറിയുന്നവരും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവരും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ടിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയുക എന്നുള്ളത് കൂടി മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.